എപ്പോഴും നമ്മളൊരു കല്യാണം കഴിച്ചിട്ട് ഒരു കുടുംബ കോടതി പറഞ്ഞ് കയറി ഇറങ്ങാനല്ല നമ്മളൊരു കല്യാണം കഴിക്കുന്നത്. നല്ലൊരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് വെച്ചിട്ട് അതിനെ പ്രോപ്പറായിട്ട് ഒരു മാർക്കറ്റ് ചെയ്തില്ല. ഞാൻ പോലും ഇന്ന് രാവിലെ ബുക്ക് മൈ ഷോ കണ്ട പ്രൈസിനെ കുറിച്ച് അറിയുന്നത് പോലും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തലമുറയ്ക്ക് നന്നായിട്ട് കണക്റ്റ് ആവും. പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് സിനിമ കൊള്ളായിരുന്നു, കൂടുതൽ ഉപദേശം പോലെ പോയി, പക്ഷേ നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്. നല്ല പടമാണ്, നല്ല ചിത്രമാണ്, നല്ല പ്രോഡക്റ്റാണ്. പക്ഷേ അത് പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്തിട്ടില്ല. പ്രൊമോട്ട് ചെയ്തിരുന്നെങ്കിൽ നല്ല സിനിമയായിരുന്നു. നല്ലൊരു ഫീൽ ഗുഡ് മൂവി. മെസ്സേജ് കൊടുക്കുന്ന പടമാണ്. ഒരു വ്യത്യസ്തമായ മെസ്സേജ് കൊടുക്കുന്നുണ്ട്. സാധാരണ കാണുന്നതിന് ഡിഫറൻ്റ് ആയിട്ട് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ നല്ലൊരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് വെച്ചിട്ട് അതിനെ പ്രോപ്പറായിട്ട് ഒരു മാർക്കറ്റ് ചെയ്തില്ല. ഞാൻ പോലും ഇന്ന് രാവിലെ ബുക്ക് മൈ ഷോ കണ്ട പ്രൈസിനെ കുറിച്ച് അറിയുന്നത് പോലും. അതേ ഉള്ളൂ പ്രശ്നം. നല്ല പടം. പടം ഓവറോൾ കുഴപ്പമില്ല. ഭയങ്കര പടമെന്ന് പറയാൻ പറ്റില്ല. ഇതൊരു ഫാമിലി കോർട്ട് റൂം ഡ്രാമ പോലത്തെ ഒരു സംഭവമാണ് എടുത്തേക്കുന്ന സബ്ജക്റ്റ്. എല്ലാവർക്കും തുല്യ നീതി എന്നുള്ളത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അതേ നീതി വ്യവസ്ഥ അനുകൂലിച്ച് ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഇതിൽ ചെയ്തേക്കുന്നത്. ഓവറോൾ കുഴപ്പമില്ല, കൊള്ളാമെന്നുള്ളതാണ്. ആസിഫ് അലി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആസിഫ് അലി പുള്ളിയുടെ ആ റോൾ ഇപ്പം വേറെ സിനിമകളിലെല്ലാം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. മെസ്സേജ് എന്ന് പറയാനായിട്ടാണ്, മെസ്സേജ് അല്ല, ജസ്റ്റ് എന്തുവാണ് നമ്മുടെ ആണുങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ ഈ നീതി നടപ്പാക്കൽ കാര്യങ്ങൾക്ക് ആണുങ്ങളുടെ കാര്യവും കൂടെ എടുത്തു പറയുന്ന ഒരു മൂവി ആയിട്ടാണ് വന്നേക്കുന്നത്. വേറെ ഒന്നും. അടിപൊളി പടം. എന്താ പറയുക, പുരുഷന്മാർക്കാണ് കൂടുതൽ ഇതായിട്ടുള്ള അവരുടെ ഇപ്പോഴത്തെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ആകുമ്പോഴുള്ള കുറേ കാര്യങ്ങൾ സ്ത്രീകൾക്ക് മാത്രമല്ലേ എല്ലാം കോടതിയിൽ അനുവദിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പടമാണ്. പിന്നെ കോമഡി ഉണ്ട്, കുടുംബചിത്രമാണ്, കണ്ടിരിക്കാം. നല്ല പടം, നല്ലൊരു മെസ്സേജാണ്. എന്നുവെച്ചാൽ ഇങ്ങനൊരു ഫിലിം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. എപ്പോഴും എല്ലാവർക്കും കണക്റ്റ് ആവും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തലമുറയ്ക്ക് നന്നായിട്ട് കണക്റ്റ് ആവും. പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് നന്നായിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല കോടതിയിൽ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്നതും അവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഇതല്ലേ. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു ഫിലിമാണ്. സിനിമ കൊള്ളായിരുന്നു, കൂടുതൽ ഉപദേശം പോലെ പോയി, പക്ഷേ നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോഴുള്ള എന്താ പറയുക, പുരുഷന്മാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് മെയിനായിട്ട് അവർ പറയുന്നത്. പുരുഷന്മാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്. പിന്നെ എനിക്ക് ഈ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് കാണാൻ വന്നതാണ്. കൊള്ളാം, നല്ല സിനിമയാണ്. നല്ല മെസ്സേജാണ്. പിന്നെ നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട്. കൊള്ളാം. നമുക്ക് തിയേറ്ററിലായിട്ട് എനിക്ക് കൊള്ളാമെന്ന് പറയാവും. വേറെ ഒന്നും തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല. കൊള്ളാം, ഓക്കെ. ഒരു പ്രാവശ്യം വൺ ടൈം തിയേറ്റർ വായിച്ചാണെന്ന് ചോദിച്ചാൽ മസ്റ്റ് വാച്ചല്ല. എനിക്ക് എൻ്റെ അഭിപ്രായമായിട്ട് ഓക്കെ മെസ്സേജാണ്, സോഷ്യൽ മെസ്സേജാണ്. നമ്മൾ ഈ പുരുഷന്മാർക്കെതിരായിട്ടുള്ള ഇതിനുള്ള ഒരു സോഷ്യൽ മെസ്സേജ് അത്ര തന്നെ. കുഴപ്പമില്ല, അതൊരു മെസ്സേജ് ഓറിയൻറ്റഡ് പടമാണ്. ഒരു ഫാമിലി മൂവി എന്നൊക്കെ പറയാം. എസ്പെഷ്യലി ഒരു മാരീഡ് കപ്പിൾസിനൊക്കെ കാണേണ്ട ഒരു മൂവി തന്നെയാണത്. അത്യാവശ്യം നല്ല മൂവിയാണ്, കുഴപ്പമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ആസിഫ് അലിയും പെർഫോം ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ആണുങ്ങൾക്ക് ഉള്ള സപ്പോർട്ട് നിയമത്തിൽ നിന്ന് കുറവാണല്ലോ. എന്ത് വിവാഹമോചന കേസ് വന്നാലും എന്താണെങ്കിലും ആ ഒരു തരത്തിലുള്ളൊരു ആണുങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു ടോപ്പിക്കാണ്. ജഗദീഷ് വാരിസുരേഷങ്ങളും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മൂവി നല്ല ഇഷ്ടപ്പെട്ടു, നല്ല മസ്റ്റ് വാച്ചാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പക്ഷെ പടം കാണാൻ വലിയ ആളൊന്നുമില്ലായിരുന്നു. പക്ഷെ പടം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് ഹാഫ് ആയപ്പോൾ തന്നെ ഞാൻ അറിഞ്ഞില്ല, തീർന്നതുപോലും ഞാൻ അറിഞ്ഞില്ല. കാര്യം അത്രയ്ക്ക് നല്ലൊരു പടമായിരുന്നു. കാര്യം നമ്മുടെ ജനനവും മരണവും എല്ലാം തീരുമാനിക്കുന്നത് മേളിലിരിക്കുന്ന ഈശ്വരനാണ്. ഇതിപ്പോൾ എല്ലാവരും പറയും പെണ്ണുങ്ങൾക്കുള്ള പടം എന്ന് പറയും. പക്ഷേ പെണ്ണുങ്ങളെ മാത്രമല്ല, ഈ ഒരു പടം എന്ന് പറയുന്നത് ഇപ്പം കല്യാണം കഴിച്ച പുതിയ പയ്യന്മാരായിരുന്നാലും ഇനി കല്യാണം കഴിക്കാനിരിക്കുന്ന പുതിയ പയ്യന്മാരായിരുന്നാലും നമ്മളത് നോക്കി കണ്ട് നമ്മളത് ചെയ്യണം. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രേമങ്ങളുണ്ട്. അതേപോലെ പെണ്ണുങ്ങളും പ്രേമിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ജാസിയുടെ കാര്യം അറിയാമല്ലോ. ജാസിയും വേറൊരു പയ്യനാണ്. ജാസി ഒരു ആണാണ്, ഒരു പെണ്ണെന്ന് പറഞ്ഞ് നടക്കുന്നത്. ഒരു ആണിനെ സ്നേഹിക്കുന്നു. ആണും തമ്മിലുള്ളൊരു സംഭവം. അതേപോലെ തന്നെ പെണ്ണുങ്ങൾക്കും അങ്ങനെയുണ്ട്. ചിലപ്പോൾ നമ്മൾ കെട്ടിക്കൊണ്ടുവന്ന ഒരു പെണ്ണ് ചിലപ്പോൾ നമ്മളടുത്ത് ഒരു സഹകരണമില്ലെങ്കിൽ പിന്നെ എന്തോന്നാണ്. നമ്മുടെ ജീവിതമാണ്, നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു സ്ത്രീ വന്ന് നമ്മുടെ വീട്ടിൽ കയറുമ്പോഴത്തേക്കാണ്. ആ ഒരു സ്ത്രീ എന്ന് പറയുന്നത് അവർ പെണ്ണിനോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് പൊരുത്തപ്പെട്ട് പോകണമെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തുറന്ന് പറയുന്നതാണ്. അത് എല്ലാ സ്ഥലത്തും ഉള്ള കാര്യം തന്നെയാണ്. ആണുങ്ങളിങ്ങനെ നടക്കുന്നു, പെണ്ണുങ്ങളിങ്ങനെ നടക്കുന്നു. ഒരുപാട് സംഭവങ്ങൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ പുഞ്ചഗിരിയിൽ വെച്ച് ഞാൻ കണ്ടിട്ടുള്ള സംഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. ഇപ്പം ഏറ്റവും കൂടുതൽ അത് കൂടി വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? ചില പെണ്ണുങ്ങൾ കല്യാണം കഴിക്കാതെ വരെ ഇരിക്കുന്നു. സംഭവം എന്താണ്? അവരുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അത് ഈ സിനിമയിൽ നമുക്ക് നല്ല രീതിയിൽ അത് മനസ്സിലാക്കട്ടെ. കാര്യം നമുക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുടുംബജീവിതം നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, ഒരു സാധാരണക്കാരൻ്റെ ഒരു രീതി. മനസ്സിലായില്ലേ? അതേപോലെയാണ് ആസിഫൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ അസീസ് എന്ന് പറയുന്ന പുള്ളി അടിപൊളിയായിരുന്നു. നല്ല അസിയൊക്കെ നല്ല കോമഡിയും കാര്യങ്ങളായിരുന്നു. കൂടെ അഭിനയിച്ച എല്ലാവരും നല്ല വർക്കൗട്ടായിരുന്നു. പിന്നെ സ്ക്രിപ്റ്റിംഗ് എല്ലാം സൂപ്പറായിരുന്നു. പിന്നെ ഡയറക്ഷനും അടിപൊളിയായിരുന്നു. എന്തായാലും ഒരുപാട് പേർക്ക് ഈ ഒരു സിനിമ കാണുമ്പോഴത്തേക്ക് ഒരുപാട് പേരുടെ ജീവിതം ഞങ്ങൾക്കൊരു വഴിത്തിരിവായിട്ട് ഇത് വരും. എപ്പോഴും നമ്മളൊരു കല്യാണം കഴിച്ചിട്ട് ഒരു കുടുംബ കോടതി പറഞ്ഞ് കയറി ഇറങ്ങാനല്ല നമ്മളൊരു കല്യാണം കഴിക്കുന്നത്. നാളെ നമ്മുടെ ജീവിതം നല്ലതാവാൻ വേണ്ടി, നമ്മളെ കുടുംബത്തിലെ ജീവിതം നല്ലതാണ്, നാളെ നമ്മളെ മക്കളുടെ ഭാവി നല്ലതാവാൻ വേണ്ടി
അങ്ങനെയൊക്കെയുള്ളൊരു പടമാണിത്. നല്ല പടമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു.